മധ്യകേരളത്തിൽ വലിയ മുന്നേറ്റമാണ് പൊതുവിൽ യു ഡി എഫിനുണ്ടായത്. അതിൽ എറണാകുളത്തടക്കം എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പരിശോധന നടത്തുമെന്നൊക്കെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ എറണാകുളം ജില്ലാ സെക്രട്ടറി CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് കൈരളി ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ എറണാകുളത്ത് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ മുഴുവൻ സീറ്റിലും UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് അതിൻ്റെ ആഴത്തിലുള്ള പരിശോധന ഉണ്ടാവുള്ളൂ എന്നറിയാം, എങ്കിലും പ്രാഥമികമായിട്ട് എന്താണ് നമ്മൾ കാണുന്നത്? 2001 ഇതിനു മുമ്പ് ഒരു കനത്ത പരാജയം നമുക്കുണ്ടായത്. അന്ന് ജില്ലയിൽ ഒരു സീറ്റാണ് ഉണ്ടായത്. ഇപ്പോൾ 14 സീറ്റും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണ 5 സീറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ജനവിധി അംഗീകരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പഠിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ പൊതുവേ കണ്ടിരുന്നത് കുറെ കൂടി മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ താഴെത്തട്ടിൽ നിന്ന് കിട്ടിയവരെല്ലാം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചെല്ലാം നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വികസനക്ഷേമ കാര്യത്തിൽ ജനങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് എന്നാണ് പൊതുവെ വന്നുകൊണ്ടിരുന്ന വിവരം. എന്നാൽ 10 വർഷമായില്ലേ ഒന്ന് മാറട്ടെ എന്നൊരു ചർച്ച താഴെ ഉണ്ടെന്നുള്ള വിവരങ്ങളും താഴത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ അങ്ങനെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പരിശോധന നടത്തിയതിന് ശേഷമാണ് കഴിയുക. അത് മനസ്സിലാക്കി ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു പ്രവർത്തന രീതിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് തീർച്ചയായും പാർട്ടി ആ നിലയിൽ ജില്ലയിലെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 57-ലെയും 67-ലും എല്ലാം ഉള്ള 57 നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നീട് 67-ലാണ് വരുന്നത്. പിന്നെ ഓരോ ഘട്ടം എടുത്ത് നോക്കുമ്പോഴും പരാജയത്തിൻ്റെ വലിയ അനുഭവം നമുക്കുണ്ട്. എന്നാൽ പരാജയപ്പെടുമ്പോഴെല്ലാം ക്ഷമയോടുകൂടി അതിൻ്റെ കാര്യകാരണങ്ങളെ പരിശോധിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം നൽകി വരുത്തേണ്ട തിരുത്തലുകൾ, രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങൾക്കകത്ത് എടുക്കേണ്ട തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ രീതി. അത് ഈ തെരഞ്ഞെടുപ്പ് അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഗൗരവമായ പരിശോധന നടത്തി നമ്മുടെ ജില്ലയിൽ ഉൾപ്പെടെ മുമ്പോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് സൂചിപ്പിക്കുക. എനിക്കതിന് പ്രാഥമികമായിട്ട് പരിശോധിക്കുമ്പോഴേ ഈ പലയിടത്തും ഈ 2020 അത് പഴയ 2020 അല്ലല്ലോ, ഇത്തവണ NDAയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ കുന്നത്തനാട്ടിലൊക്കെയാണ് അതിൻ്റെ ഉത്ഭവം ഉണ്ടായത്. അവിടെ ഉൾപ്പെടെ ഈ 2020യുടെ വോട്ട് അപ്രത്യക്ഷമായ പോലെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അത് വൈപ്പിനിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അത് ഉള്ളതെന്ന് തോന്നുന്നു. അതെ, അത് 2020യുടെ വോട്ട് കാണാനില്ല. 2020 വോട്ടെന്ന് വെച്ചാൽ നേരെ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ വൈപ്പിനിലാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും അത്തരം പ്രദേശങ്ങളിലെല്ലാം കാണുന്നതാണ്. യഥാർത്ഥത്തിൽ 2020യും NDAയും കൂടി ചേരുമ്പോൾ ഉണ്ടാകുമെന്ന് കരുതിയ വോട്ട് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, 2020 പിടിച്ച വലിയ വോട്ട് നേരെ മാറിയിരിക്കുന്നു. അത് നേരെ കോൺഗ്രസിന് ഗുണകരമായി മാറിയിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് മനസ്സിലാവുന്നത്. 2020 അപ്രസക്തമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സ്ഥിതി. യഥാർത്ഥത്തിൽ അവർ NDAയോട് കൂടി ചേർന്നുകൊണ്ട് വലിയ ശക്തിയായി മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഉണ്ടാക്കിയ ഒരു പ്രതീതിയെങ്കിൽ അതല്ല സംഭവിച്ചിട്ടുള്ളത്. 2020യെ ജനം കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ കുന്നത്തനാട്ടിൽ കൂടാതെ എനിക്ക് തോന്നുന്നു വൈപ്പിനിലൊക്കെയാണ് അത് വല്ലാതെ 2020 ഒരു ധാരണ പോലെ നമുക്ക് അങ്ങനെ തോന്നും. ആ തരത്തിൽ നമ്മൾ CPM അങ്ങനെ സംശയിക്കുന്നുണ്ടോ? അല്ല, അത് വ്യക്തമായ നീക്കുപോക്ക് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡീലെന്ന് പറഞ്ഞു വരുന്നത് NDAയുമായിട്ട് എങ്ങനെയാണ് ഡീൽ ഉണ്ടാക്കിയത് എന്നുള്ളത് വളരെ പ്രകടമായി ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 2020യുടെ ശേഷിയും BJPയുടെ ശേഷിയോടെ വെച്ച് വോട്ട് വർദ്ധിക്കേണ്ടതാണോ? അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. ആ വോട്ട് കൃത്യമായി കോൺഗ്രസ്സിൽ എത്തിക്കുന്നതിന് ആവശ്യമായ ഡീല് വളരെ സമർത്ഥമായി നടത്തിക്കൊണ്ടാണ് ഈ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ കഴിയും. അതാണ് നമ്മുടെ ഈ മണ്ഡലങ്ങളിൽ പരാജയത്തിന് തന്നെ കാരണമായി മാറിയിട്ടുള്ളതെന്നാണ് കാണുന്നത്. ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ഒരു വോട്ട് കേന്ദ്രീകരണം അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് സംശയിക്കുന്നു. ഇപ്പോൾ കൊച്ചിയൊക്കെ വളരെ പ്രതീക്ഷയോടെ വലിയ ശക്തമായ മത്സരം നടന്നൊരു സ്ഥലമാണ്. അവിടെ താരതമ്യേന UDFനെ സംബന്ധിച്ച് ഭൂരിപക്ഷം കുറവാണ്. DCC പ്രസിഡന്റാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വോട്ട് കേന്ദ്രീകരണം ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? അല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തോറ്റതെന്ന് വിലയിരുത്താൻ കഴിയില്ല. നമുക്ക് മറ്റു മേഖലകളിലെയും പൊതുവേ തന്നെ നമുക്ക് വോട്ട് കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗം പ്രത്യേകമായി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു തിരിച്ചടിയാണ് എന്ന് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. എപ്പോഴും ശക്തമായി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായി തിരിച്ചു വന്ന ചരിത്രമുണ്ട്. ഇപ്പോൾ 2001 എറണാകുളത്ത് ഒരു സീറ്റാണ് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് വരെ കിട്ടി. അപ്പോൾ ഇത്തവണ 0 അടുത്ത തവണ വലിയൊരു മുന്നേറ്റം അല്ലേ? ആ തരത്തിലായിരിക്കും ഇനിയുള്ള. അല്ല, 2001 ശേഷം 10 സീറ്റ് കിട്ടിയ അനുഭവം നമുക്കുണ്ട്.
അതപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം ജനങ്ങളുടെ വിധിയാണ്, അത് അംഗീകരിക്കുക, അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇടതുപക്ഷം എന്നുള്ളത് സ്വാഭാവികമായും ഉയർന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റെടുക്കാനും ജനങ്ങളോടൊപ്പം നിൽക്കാനും ഇപ്പോൾ രൂപം കൊള്ളുന്ന ഗവൺമെൻറ് നടത്തുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ പോരാട്ടം സംഘടിപ്പിക്കാനും വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യാനും എല്ലാം എല്ലാ കാലത്തും മുമ്പിൽ നിന്നിട്ടുള്ളതാണ്. അത് കൂടുതൽ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകും. ജനങ്ങളാണ് പ്രധാനം. ജനങ്ങൾക്ക് വേണ്ടി പാർട്ടി പൂർണ്ണമായും ജനങ്ങളുടെ ആവശ്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പോരാട്ടങ്ങളെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മുന്നേറാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എങ്ങനെയാണ് ജില്ലാതലത്തിലും പ്രാദേശിക തലത്തിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഒക്കെ നടത്തും? ആ തരത്തിലാണോ ഇനി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവൽ വരെയുള്ള ബൂത്ത് അടിസ്ഥാനത്തിൽ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിക്കും. എന്തുകൊണ്ടാണ് അവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് ഓരോ ബൂത്തുകളിലും വ്യത്യസ്തത ഉണ്ടാവും, കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് കാണും. അത് മനസ്സിലാക്കി തിരുത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും. വളരെ ഓക്കെ. ജില്ലാ സെക്രട്ടറി അദ്ദേഹം വ്യക്തമാക്കി വൈപ്പിനടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു ധാരണയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം 2020 വോട്ടുകൾ 2020 NDAയുടെ ഭാഗമായപ്പോൾ ആ വോട്ടുകൾ എവിടെ പോയി എന്നുള്ളതാണ്. അത് UDFിലേക്ക് പോയി എന്നുള്ളത് പ്രാഥമികമായി പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നുള്ളതാണ്. എന്തായാലും ജനവിധിയെ അംഗീകരിക്കുന്നു. ഇനി ശക്തമായി തിരിച്ചു വരാനുള്ള പോരാട്ടം തന്നെ തുടരും. അതുമായി ബന്ധപ്പെട്ട തരത്തിൽ പ്രാദേശിക തലത്തിൽ ഏറ്റവും താഴെ തട്ടിൽ വരെ അതുമായി പരിശോധന നടത്തി തിരിച്ചു വരാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി കൈരളി ന്യൂസുമായി പങ്കുവച്ചിരിക്കുന്നത്.